വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നിങ്ങൾ തമിഴിൽ കണ്ടിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ എക്സാം റിസൾട്ട് കാണിക്കാണ് ശരിക്കും വന്നിട്ടുള്ളത്. പക്ഷേ അതിന് മുന്നേ ഞാൻ അന്ന് തന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി എൻ്റെ ഫ്രണ്ടിൻ്റെ ഒപ്പം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി കാണിക്കാൻ വിചാരിച്ചു, അല്ലെങ്കിൽ ഭയങ്കര ഷോർട്ട് വീഡിയോ ആയി പോകും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് മേക്കപ്പ് ചെയ്തിട്ട് പിന്നെ ഓളപ്പം പോവാം. ഓളാണിപ്പോൾ എൻ്റെ ലാസ്റ്റത്തെ എല്ലാ റീൽസും എടുത്തല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ ഓളെ വീട്ടിൽ പോയിട്ട് പിന്നെ ഡ്രസ്സൊക്കെ ഇട്ട് മേക്കപ്പൊക്കെ ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മളെ ഔട്ട്ഫിറ്റ്. ഇത് സംഭവം എൻ്റെ ഡ്രസ്സൊന്നുമല്ല, ഫുള്ള് ഓസിയാണ്, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് നമ്മൾ ഒരു വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു, അടുത്തൊരു വീട്. അങ്ങനെ അവിടെ പോയപ്പോൾ നല്ല അടിപൊളി കുഴപ്പമില്ലാത്ത ലൊക്കേഷനൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്നിട്ട് ഒരു മിനിമം 1.5 മണിക്കൂർ 1 മണിക്കൂർ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇക്കും എടുക്കാണ്ടായിരുന്നു, ഓൾക്കും എടുക്കാണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എടുത്തു കൊടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഞാൻ എൻ്റെ ബാക്കിയുള്ള 2 പേപ്പേഴ്സും കാണിച്ചു തരാൻ വിചാരിച്ചു. അപ്പോൾ കഴിഞ്ഞ നമ്മളെ വീഡിയോ എക്സാം റിസൾട്ട് ചെയ്യുന്നു. അതിൽ ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിലൊരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ട് 2 എന്നുള്ള രീതിയിലാണ് ഇനി ബാക്കിയുള്ള 2 പേപ്പേഴ്സ് ഞാൻ കാണിക്കാൻ പോണത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇംഗ്ലീഷാണ്. അതിൽ 67 മാർക്ക് ഉണ്ടായിരുന്നു. ഇത് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാനൊരു 60 to 70 എന്തായാലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ അറിഞ്ഞുകൊണ്ട് ഒന്നും തെറ്റിച്ചിട്ടില്ല. പിന്നെ പോവുകയാണെങ്കിൽ തന്നെ ഈ ഒരു പാരഗ്രാഫ്, ലെറ്റർ, ഇമെയിൽ അങ്ങനത്തെ നിന്നൊക്കെ നല്ല രീതിയിൽ പോകുന്നൊക്കെ അറിയാനു. കാരണം ഒന്നാമത് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് പറ്റ മോശമായിരുന്നു. കുറേ കാലമായി നമ്മൾ എക്സാമൊക്കെ എഴുതിയിട്ട്. അപ്പോൾ എൻ്റെ ഇംഗ്ലീഷിനോടുള്ളൊരു ഇതൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കിട്ടാനും വാക്കുകളൊക്കെ കിട്ടാൻ നല്ല ഇടങ്ങാറുണ്ടായിരുന്നു. പിന്നെ ഈ പേപ്പർ തന്നപ്പോൾ സാറിനോട് ഒരൊറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, ഈ വെട്ടും കുത്തൊക്കെ മാക്സിമം ഒഴിവാക്കാൻ നോക്കാൻ അതൊക്കെ തോന്നിക്കണം. കാരണം ഞാൻ ഒരു പേപ്പർ എഴുതുമ്പോൾ തന്നെ അതിലൊരു ലോഡ് വെട്ടും കുത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇനി എന്തായാലും അത് നേരാക്കണം. അടുത്ത നമ്മളെ എക്കണോമിക്സ് ആണ്. അതിലേക്ക് 68 മാർക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കാണാം കുറേ തെറ്റുണ്ട്. 1 വേർഡ് ഫുൾ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. 5 ശരിയായിട്ടുള്ളത് 10 അതൊക്കെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു കേട്ടോ. പിന്നെ എക്കണോമിക്സിന് എന്തായാലും നല്ല രീതിയിൽ മാർക്ക് പോകുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി കിട്ടാതെ 2 പേപ്പറിലേക്ക് അത്യാവശ്യം മാർക്ക് കുറയുമെന്നുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെയൊക്കെ ഒരു അവസ്ഥ. പിന്നെ ഈ പേജിലുണ്ടോ ഞാൻ ഒരു ഭാഗത്തോളം വെട്ടിട്ടുകൊള്ളു. അങ്ങനെ എല്ലാ പേജിലും കാണാൻ കഴിയും. അപ്പോൾ അതാണ് എൻ്റെ എക്കണോമിക്സിൻ്റെ ഒരു അവസ്ഥ കിടക്കുന്നത്. എന്നാലും കുഴപ്പമില്ല. ഫസ്റ്റ് 64 ഇട്ടുതന്നിട്ടുണ്ടായിരുന്നത് സാറ്. പിന്നെ ഞാൻ ഒന്നും കൂടി നോക്കിയപ്പോൾ 68 ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ ഞാൻ പോയി ചോദിച്ച് വാങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു സെക്ഷൻ കഴിഞ്ഞു. അപ്പോൾ ഇതാണ് എൻ്റെ റിസൾട്ട്. എല്ലാം പേപ്പേഴ്സും കിട്ടിയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അടുത്തത് മോഡൽ എക്സാമിലോട്ട് പോകാം. ഫസ്റ്റ് 23rd നമുക്കൊരു പ്രീ മോഡൽ വരുന്നുണ്ട്. വിജയ് ബേരിൻ്റെ 2 പാർട്ടാക്കിയിട്ടാണ് എക്സാം ഉണ്ടാവുക. അതിലേക്ക് വലിയ ടെൻഷൻ കേട്ടോ. കാരണം ഇഷ്ടംമാതിരി സമയമുണ്ട്. ഞാൻ ഇതുവരെ, അതായത് ജനുവരി 1 മുതൽ 7 വരെ 6 വരെ ഒന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇനിയും ടൈം ഉണ്ടല്ലോ തോന്നുക. ഒന്നാമത്തെ റീസൺ എന്താ വെച്ചാൽ ഞാൻ എക്സാം ആകുമ്പോൾ ഇതേപോലെ ഒന്നും കൂടി ഇരുന്നൊക്കെ പഠിക്കേണ്ടി വരും തലേന്ന്. അപ്പോൾ ഇപ്പം തന്നെ സ്ട്രെസ്സൊന്നും എടുക്കേണ്ട, ടെൻഷൻ അടിക്കേണ്ട വിചാരിച്ചിട്ട് ഞാനൊരു 10ാം തീയതി 11ാം തീയതി മുതൽ പഠിച്ചു തുടങ്ങാമെന്നാണ് വിചാരിക്കണത്. അതുപോലെ തന്നെ ഞാൻ എക്സാമിനറിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ അറിയില്ല. അപ്പോൾ അതിൻ്റെ ക്ലാസ് ജാനുവരി 7th 8th മുതലാണ് ലൈവ് ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ അതും ഇരുന്ന് കാണണം എന്നൊക്കെ ഞാനിപ്പോൾ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത്ര ഇന്നത്തെ വീഡിയോ. ഞാൻ പിന്നെ എൻ്റെ സ്കിൻ കെയർ, ആകെയൊരു സ്കിൻ കെയർ, ഒരു നൈറ്റ് ക്രീം ഉണ്ട്, അത് തേക്കുക. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് ഞാൻ പിന്നെ പോയി കടന്നുറങ്ങി. അപ്പോൾ ഇനി എന്തായാലും നമുക്കൊരു സ്റ്റഡി വ്ളോഗായിട്ട് വരാം. കുറേ പേര് കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു സ്റ്റഡി വ്ളോഗ്. പക്ഷേ ഞാൻ പഠിക്കൽ തുടങ്ങിയിട്ടില്ല. അപ്പോൾ തുടങ്ങുമ്പോൾ എന്തായാലും ചെയ്യാം. അപ്പോൾ എന്തായാലും അത്ര ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ബൈ.